ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാട്ടർ ഹീറ്റർ നമുക്ക് കണക്ട് ചെയ്ത് അതെങ്ങനെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഒരു വാട്ടർ ഹീറ്റർ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ നോക്കുക. 20 ആംസിൻ്റെ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് ഡി ബിയിൽ നിന്ന് വരുന്നിരിക്കുന്ന പവർ സർക്യൂട്ടാണ് വരുന്നത്. അത് 20 ആംസിൻ്റെ ഡി പി ഒരു 1 വേ സ്വിച്ച് കൊടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റർ കൊടുത്തുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളവിടെ തന്നെ 16 ആംസിൻ്റെ ഒരു പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലഗ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അത് അതിൽ നിന്നും ഫേസ് ന്യൂട്രി എർത്ത് ഇത്രയും വയറുകളാണ് 3 പിന്നാണ് വരുന്നത്. നേരെ നമ്മുടെ ഹീറ്ററിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഹീറ്ററിൽ ഒരു നമ്മുടെ പവർ സ്വിച്ച് അതിൻ്റെ അതായത് ഇൻഡിക്കേറ്റർ ഓൺ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കണ്ടോ, അതായത് അതിൻ്റെ ഇൻഡിക്കേറ്ററാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇനി ഇൻലെറ്റും ഔട്ട്ലെറ്റും കറക്റ്റായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇൻലെറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഔട്ട്ലെറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണുത്ത വെള്ളം, നമ്മുടെ സാധാ പച്ചവെള്ളം അതിൻ്റെ അകത്തേക്ക് കയറുന്നതിനാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നതിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇൻലെറ്റിൽ നമ്മൾ ഒരു ആംഗിൾ കോക്ക് വഴി നമ്മളൊരു ആംഗിൾ കോക്ക് ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരെ ഔട്ട്ലെറ്റ് ഇന്നിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഔട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഔട്ട് ആ ചുവന്ന മാർക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഔട്ട് വരുന്നത് നേരെ വന്നതിന് ശേഷം ആ പൈപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. നേരെ വന്ന് നമ്മളതിലേക്ക് ഒരു ആംഗിൾ കോക്കിന് പകരമായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ നിപ്പിളിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരെ അതിന് ശേഷം നേരെ വരുന്ന ടാപ്പിലേക്കാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, 2 പൈപ്പുകളും തമ്മിൽ നോക്കുക കേട്ടോ. ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു സ്റ്റീൽ പോലെയുള്ള പൈപ്പാണ്. അതായത് ഹോട്ട് വാട്ടറിന് വേണ്ടിയിട്ടാണ്. അത് ചൂടുള്ള തിളച്ച വെള്ളമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള വെള്ളം വരുന്ന സമയത്ത് നമ്മുടെ PVC പൈപ്പ് ആണെങ്കിൽ ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും മാറിപ്പോകാത്ത രീതിയിൽ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ടാപ്പിലാണ് നമ്മൾ ചൂടുവെള്ളം വരുന്നത്. ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹോട്ട് വാട്ടറിൻ്റെ സെപ്പറേറ്റ് പൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും പ്രശ്നം വരുന്നില്ല. ഇൻപുട്ട് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PVC സാധാ പച്ചവെള്ളമാണ് വരുന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. ഇന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് സാധാ നോർമൽ ലെവലുള്ള കണക്ഷൻ പൈപ്പായാലും മതി. പിന്നെ ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് പറയുന്നത് 2000 വാട്ടാണ് പറയുന്നത്. 2000 വാട്ട്സ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചൂട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണ് കാണിക്കുന്നത്. അത് ഓൾറെഡി ആ ട്യൂബ് നമുക്ക് കൂട്ടി അറേഞ്ച് ചെയ്യാൻ സാധിക്കും മാക്സിമം. പിന്നെ ഓവറായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻലെറ്റും ഔട്ട്ലെറ്റും പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഇൻലെറ്റ് അതായത് വെള്ളം നമ്മൾ ഇന്നിലേക്ക് കൊടുക്കുന്നത് നീലയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. നീല മുകളിൽ ഒരു വാഷ് പോലെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഔട്ട്ലെറ്റിന് റെഡുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരിക്കലും മാറിപ്പോകരുത്. അത് മാത്രമല്ല, നമ്മളതിൽ നിന്നും എടുക്കുന്ന പൈപ്പും ഒരിക്കലും മാറിപ്പോകരുത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 വേ സ്വിച്ച് 20 ആംസിൻ്റെ 1 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും പൈപ്പുകൾ മാറിപ്പോവാതെയും, അതുപോലെ തന്നെ നമ്മൾ PVC പൈപ്പ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇന്നിൽ നമ്മൾ PVC പൈപ്പാണ് കൊടുക്കേണ്ടത്. ഔട്ട് വരുന്നത് നമുക്ക് ഹോട്ട് വാട്ടറിൻ്റെ സെപ്പറേറ്റ് കണക്ഷൻ പൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം അതായത് എങ്ങനെയാണ് ഒരു വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്തതിൻ്റെ അതിൻ്റെ എന്തെല്ലാം ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.